ശശി തരൂർ എം പി കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. തിരുവനന്തപുരം എം പിയാണ്. അദ്ദേഹം കേരളത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും ഗ്രൂപ്പ് ഭേദമന്യേ അതിനെ എതിർത്ത് രംഗത്ത് വരികയും ചെയ്തു. അദ്ദേഹം ദില്ലിയിലേക്ക് തന്നെ വണ്ടി കയറുകയും ചെയ്തു. അദ്ദേഹമാണ് ഇപ്പോൾ വീണ്ടും നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകില്ല, ഇടതുപക്ഷത്തേക്കാണ് അദ്ദേഹം വരുന്നത് തുടങ്ങിയ ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ സജീവമായിരുന്നു. ഇപ്പോഴിതാ നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്ത് വന്ന സാഹചര്യത്തിൽ ആ ചർച്ചകൾ വീണ്ടും സജീവമാകുകയാണ്. ഇപ്പോൾ അല്ല അദ്ദേഹം നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നത്, നേരത്തെയും നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ശശി തരൂർ. അത് ദേശീയ തലത്തിൽ വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നു ശശി തരൂർ. അദ്ദേഹം ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദിയുടെ ഇടപെടൽ അത് വളരെ ഗുണപ്രദമായിരുന്നു എന്നും, നേരത്തെ പാർലമെന്റിൽ നടന്ന ഒരു ചർച്ചയിൽ 2022 റഷ്യയും ഉക്രൈനും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. അത് മോശമായി പോയി, ആ ഒരു കളങ്കം എൻ്റെ മുഖത്തുണ്ട്, ഞാനത് തുടച്ചു കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് ദില്ലിയിൽ നടന്ന ഒരു സ്വകാര്യ ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തുറന്നു പറഞ്ഞത് ശശി തരൂർ. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. Wiping the egg off my face because I was the one person in the parliamentary debate who actually criticized the Indian position at the time, back in February 22, on the well-worn grounds that Espen will understand, because he and I talked about all this in my UN days, that there was a violation of the UN Charter, that there had been a violation of the principle of the inviolability of borders, of the sovereignty of a member state, namely Ukraine, and we had always stood for the inadmissibility of the use of force to settle international disputes, and all of those principles, I said, had been violated by one party and we should have condemned it. Well, a couple of years later, 3 years later, it does look like I'm the one with egg on my face, because clearly the policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow 2 weeks apart and be accepted in both places. And therefore, India is in a position where it can make a difference to a lasting peace, if it was so required, in ways that very few countries would be able to. ശശി തരൂരിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം പറയുന്നത് 2002 നേരത്തെ ഞാൻ പാർലമെന്റിൽ നടന്ന ഒരു ചർച്ചയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഘട്ടത്തിൽ, പങ്കെടുത്ത് സംസാരിച്ച ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ റഷ്യ ഉക്രൈൻ ഇടപെടൽ ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു, അതിനെ എതിർത്തിരുന്നു. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള തീരുമാനത്തിന് എതിരെ. അത് എൻ്റെ മുഖത്ത് ഒരു കളങ്കമായി നിൽക്കുന്നുണ്ട്, അത് ഞാൻ മായ്ച്ചു കളയുകയാണ്. രണ്ടിടത്തും എന്ന് വെച്ചാൽ റഷ്യയിലും ഉക്രൈനിലും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന നേതാവായി പ്രധാനമന്ത്രി മാറിയിട്ടുണ്ട് എന്നാണ് നരേന്ദ്രമോദിയെ കുറിച്ച് ഇപ്പോൾ വീണ്ടും പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ദേശീയ തലത്തിൽ ഇത് വലിയ വാർത്തയായി മാറിയിട്ടുണ്ട്. നരേന്ദ്രമോദിയെ നിരന്തരം വിമർശിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെയും പൂർണ്ണമായും പിന്തുണക്കുന്നില്ല കോൺഗ്രസ്. ചില ഘട്ടങ്ങളിൽ എതിർപ്പുമായി രംഗത്ത് വരുന്നുണ്ട്. രാഷ്ട്രീയമായി കോൺഗ്രസിന്റെയും BJPയുടെയും വിദേശ നയത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ആഭ്യന്തര തലത്തിൽ സാമ്പത്തിക നയത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രാഷ്ട്രീയ നയത്തിലും വലിയ വ്യത്യാസമില്ല. ന്യൂനപക്ഷങ്ങളുടെ നിലപാടിൽ കുറച്ച് അഗ്രസീവായ നിലപാടെടുക്കുന്നു BJP, മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസ്. അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ കോൺഗ്രസും BJPയും തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല നിലപാടുകളിൽ. എന്നിരുന്നാലും പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് സർക്കാരിനെതിരെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി പ്രശംസിക്കേണ്ടിടത്ത് പ്രശംസിച്ച് മുന്നോട്ട് പോവുകയാണ് ശശി തരൂർ ചെയ്യുന്നത്. അത് കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ വാക്കുകൾ BJP വലിയ ആയുധമാക്കി മാറ്റും. ദേശീയ തലത്തിൽ BJP വലിയ ആയുധമാക്കി മാറ്റുകയും
BJP നേതാക്കൾ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു. ലോകത്തെ നയിക്കാൻ കഴിയുന്ന ശക്തിയായി ഇന്ത്യ ഭാവിയിൽ മാറും. അതിലേക്കുള്ള ചുവടുകൾ ഒന്നൊന്നായി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് BJP നേതാക്കൾ പറയുന്നുണ്ട്. അത് ശരിയാണ്. അത് വിളിച്ചു പറയുകയാണ് UN-ന്റെ ഐക്യരാഷ്ട്രസഭയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ശശി തരൂർ. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നല്ല അവഗാഹമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വലിയ വിലയുമുണ്ട്. അത് മോദിക്ക് അനുകൂലമാണ്, നരേന്ദ്രമോദിക്ക് അനുകൂലമാണ്. ലോകത്തെ നയിക്കാൻ ഇന്ത്യ വളരുകയാണ് എന്ന് BJP നേതാക്കൾ പറയുന്നു. അതിന് ആയുധം കൊടുക്കുന്നു ശശി തരൂർ. ഇതാണ് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം. എന്ന് വെച്ചാൽ ശശി തരൂരിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് BJP നേതാക്കൾ രംഗത്തിറങ്ങുന്നു. അതേസമയം കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിക്കുന്നു. കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നു. കേരളത്തിലും ഇത് വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്നു. കാരണം ശശി തരൂർ കേരളത്തിൽ നിന്നുള്ള, തിരുവനന്തപുരത്ത് നിന്നുള്ള MP ആണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ശശി തരൂർ തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ഗ്രൂപ്പുകൾ എതിർക്കുന്നുണ്ട് എങ്കിലും. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇത് വലിയ ചർച്ചയാകാൻ പോകുന്നു. കാരണം ഇപ്പോൾ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട് ശശി തരൂരിനെ പുകഴ്ത്തിക്കൊണ്ട്. അദ്ദേഹത്തിന്റെ ട്വീറ്റാണ് രംഗത്ത് വന്നത്. ഈ ആർജവം കാട്ടിയതിന്, എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയെ പുകഴ്ത്താനുള്ള ആർജവം കാട്ടിയതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് K. സുരേന്ദ്രന്റെ ട്വീറ്റ് ആരംഭിക്കുന്നത് തന്നെ. അതിനുശേഷം അദ്ദേഹം പറയുന്നു, താങ്കളുടെ സത്യസന്ധത ആദ്യം ഞാൻ എതിർത്തിരുന്നു, ഇപ്പോൾ ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞ താങ്കളുടെ സത്യസന്ധതയെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം സമകാലീനായ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായത്തിൽ നിന്ന് വിഭിന്നമായ നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൽ, എന്ന് വെച്ചാൽ ശശി തരൂരിന് കഴിഞ്ഞതിൽ ശശി തരൂരിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം മോഡി ഡിപ്ലോമസി, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മോഡി എടുത്ത നിലപാടിനെ അംഗീകരിക്കാൻ കൂടുതൽ നേതാക്കൾ തയ്യാറാകും എന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നു K. സുരേന്ദ്രൻ. എന്ന് വെച്ചാൽ കേരളത്തിലെ BJP-യും ശശി തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നർത്ഥം. ഇത് കേരളത്തിലും മറ്റൊരു രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുണ്ട്. നേരത്തെ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ച എന്നത് ശശി തരൂർ എങ്ങോട്ട് പോകുന്നു എന്നതാണ്. BJP-യിലേക്ക് പോകുമോ, ഇടതുപക്ഷത്തേക്ക് വരുമോ എന്നതാണ്. നിരന്തരമായി നരേന്ദ്രമോദിയെ സ്തുതിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ശശി തരൂർ, ആ ശശി തരൂർ കോൺഗ്രസിൽ തന്നെ തുടരുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് വീണ്ടും കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP-യെ പരാജയപ്പെടുത്താൻ ശശി തരൂരിനെ പിന്തുണച്ച വലിയ വിഭാഗം ജനങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, ഇടതുപക്ഷത്ത് നിന്ന് പോലും ശശി തരൂരിന് വോട്ട് ലഭിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ശശി തരൂർ പാർലമെന്റിൽ എത്തുന്നത്. BJP-യെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ വിഭാഗം ജനങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ശശി തരൂരിനോടൊപ്പം നിന്നിരുന്നു. അവരെയെല്ലാം വഞ്ചിക്കുന്ന നിലപാടാണ് അവരുടെ നിലപാട്. അവർ എന്തിനാണോ ശശി തരൂരിന് വോട്ട് ചെയ്തത് അതിനെയെല്ലാം തള്ളിപ്പറയുന്ന നിലപാടാണ് ശശി തരൂർ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്ന വിമർശനമാണ് ശശി തരൂരിനെതിരെ ഉയർന്നത്. K. സുരേന്ദ്രൻ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ, ശശി തരൂരിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നതും ആ ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ അത്തരം ജനങ്ങളിൽ ഉയർന്ന ആശങ്കയ്ക്ക് കൂടുതൽ ശക്തി പകർന്നതാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല.